പഴയ പോപ്പുലർ ഫ്രണ്ട് അംഗങ്ങൾക്കു വേണ്ടി പുതിയ യുവജന സംഘടനയുമായി SDPI. തീവ്രവാദവും വർഗീയതയും മുഖമുദ്രയാക്കി പ്രവർത്തിച്ച പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ അജിത് ഡോവാലും അമിത് ഷായും ഇറങ്ങി കെട്ടിപ്പൂട്ടിയതോടെ 2047 ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കുന്നതടക്കം അവർ ആസൂത്രണം ചെയ്ത പല കാര്യങ്ങൾ പാതിവഴിയിൽ ശിഥിലമായി പോയിരുന്നു. എന്നാൽ അന്ന് നിരോധിക്കപ്പെടാതെ പോയ അവരുടെ രാഷ്ട്രീയ മുഖമായ SDPI ഇപ്പോഴിതാ നിരോധിത സംഘടനയിലെ ഇച്ഛാഭംഗം പൂണ്ട ചെറുപ്പക്കാരെ ലാക്കാക്കി പുതിയ യുവജന സംഘടന രൂപീകരിക്കുവാൻ ഒരുങ്ങുകയാണ്. SDPIക്ക് കീഴിൽ വിമൺ ഇന്ത്യ മൂവ്മെന്റ് എന്ന വനിതാ സമാജവും സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ എന്ന തൊഴിലാളി സംഘടനയുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൂടാതെ മറ്റൊരു യുവജന സംഘടന കൂടെ രൂപീകരിക്കാനാണ് അവരുടെ തീരുമാനം. പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരൊക്കെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഏതോ ജയിലറകളിൽ കഴിയുകയാണ്. അതുകൊണ്ട് അതുമൂലം അസംതൃപ്തരായി പുറത്തു നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് അംഗത്വം നൽകിയായിരിക്കും പുതിയ സംഘടന. പോപ്പുലർ ഫ്രണ്ടിനെ കെട്ടിപ്പൂട്ടുകയും അവരുടെ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടി ആശാന്മാരെയെല്ലാം തൂത്തുകെട്ടി അകത്തിടുകയും ചെയ്തതോടെ റിപ്പബ്ലിക് സംരക്ഷണത്തിന്റെ മറവിൽ ഹൈന്ദവ ക്രൈസ്തവ ഉന്മൂലനത്തിന് അവർ സംഭരിച്ചുവെച്ച അരിയും മലരും കുന്തിരിക്കവും വെറുതെ വേസ്റ്റായി പോകുമെന്ന സ്ഥിതിവിശേഷമാണ് ഇന്ന് നിലവിലുള്ളത്. എന്നാൽ ഇപ്പോൾ അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ SDPI ആ പ്രതിസന്ധിക്ക് പരിഹാരമായി പുതിയ യുവജന സംഘടന രൂപീകരിച്ച് പ്രവർത്തനങ്ങൾക്ക് ഊർജിതമായ കളമൊരുക്കി ഇച്ഛാഭംഗം പേറിയലയുന്ന പഴയ പോപ്പുലർ ഫ്രണ്ടുകാർക്കും അംഗത്വം നൽകുന്നുവെന്ന പുതിയ വിശേഷങ്ങളെ ആശങ്കയോടെയാണ് പൊതുജനം കാണുന്നത്. പുതുതായി രൂപീകരിക്കുന്ന സംഘടന ഒരിക്കലും പോപ്പുലർ ഫ്രണ്ടിന് പകരമല്ലെന്നും അതിന്റെ രൂപീകരണം സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടത്താനും സാധ്യതകളെക്കുറിച്ച് അവലോകനം നടത്താനുമുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്നും SDPI നേതൃത്വം വിശദീകരിച്ചെങ്കിലും ആ വാക്കുകളെ അതേപടി വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്തായാലും പഴയ പോപ്പുലർ ഫ്രണ്ടുകാർ മതതീവ്ര ചിന്തകളുടെ നിർവ്വാണം കാത്ത് അജ്ഞാത കേന്ദ്രങ്ങളിൽ ഇതുവരെ അലഞ്ഞു തിരിയുകയായിരുന്നു. പുതിയ സംഘടനാ രൂപീകരണ വാർത്ത അവരുടെ മങ്ങിപ്പോയ പ്രതീക്ഷകൾക്ക് വെളിച്ചം നൽകിയിരിക്കുകയാണ്.